Hello guys, welcome back to our channel. This is Sanjay from the Twins channel. സോ നമ്മൾ കോൺട്രവേഴ്സീസ് ഇങ്ങനെയുള്ള പരിപാടികളിലൊന്നും പോയി വീഴണ്ട, അതിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യണ്ട എന്നുള്ള രീതിയിലാണ് ഇരുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് അതിൽ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം ഇന്നലെ ഞാൻ കണ്ടൊരു വീഡിയോ ആണ്. ആൻഡ് അത് നമ്മുടെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള ഈഗിൾ ഗെയിമിംഗ് എന്ന് പറയുന്ന പുള്ളിയുടെയാണ്. സോ പുള്ളിയുടെ ഇടയ്ക്ക് ഞാനിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ കാണാറുണ്ടായിരുന്നു. അതായത് ഈ കുട്ടികളുടെ ഈ ഒരു ടീനേജ് പിള്ളേർ ഈ ഫോളോവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഈ കണ്ടന്റ്സ് കാണുന്നവരായിരിക്കാം. അവരുടെ കമൻറ്റ്സ്, പിന്നെ അവരുടെ ഗ്രൂപ്പുകളിനകത്തുള്ള ഇഷ്യൂസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതിനെപ്പറ്റി ഞാൻ നമുക്ക് അന്ന് കുറച്ച് കാര്യങ്ങളെല്ലാം എനിക്ക് അതിൽ പറയണം എന്നൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ സമയത്ത് ചാനൽ ഓപ്പൺ ചെയ്യാത്തതുകൊണ്ടാണ് ഞാനൊന്നും പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഞാനത് വീണ്ടും കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ എനിക്ക് ഇവിടെയെങ്കിലും അറ്റ്ലീസ്റ്റ് പറയണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ആക്ച്വലി നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റികളുടെ ഇടയിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പിള്ളേർക്കിടയിൽ ഇഷ്ടം പോലെ ഇങ്ങനത്തെ ഈ പറയുന്നത് പോലെ അതൊരു മെൻ്റൽ ഇൽനെസ് ആണ് എന്നാണ് പലരും പറയുന്നത്. അത് ഇതുപോലുള്ള പാരൻസിൻ്റെ, കാരണം ഇപ്പം എല്ലാവർക്കും ആക്ച്വലി സോഷ്യൽ മീഡിയയും പിന്നെ ഫോണോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാത്ത ആൾക്കാർ തീരെ കുറവാണ്. സോ അവർക്ക് കുട്ടികൾക്ക് ഇതിനുള്ള പ്രോപ്പർ എഡ്യൂക്കേഷനും കാര്യങ്ങളൊന്നും കിട്ടുന്നൊന്നുമില്ല. ഞാൻ റീസെൻ്റ്ലി നമ്മൾ ഇതിനു മുമ്പേ ചെയ്ത ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടികൾക്ക് ഇതിനു വേണ്ടി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് മിസ്യൂസ് ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, അത് എല്ലാം അറ്റ്ലീസ്റ്റ് ദ ഗവൺമെൻറ് ഷുഡ് ഗെറ്റ് ഇൻവോൾവ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പ്രോപ്പർ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന്, ഇല്ലെങ്കിൽ കുട്ടികൾ യൂസ് ചെയ്യുന്ന ഒരു 18 ഇയേഴ്സിന് താഴെയുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺസിന് അതിൻ്റെതായ ആ ഒരു കാറ്റഗറിക്ക് പറ്റിയതായിട്ടുള്ള റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും പാരൻ്റൽ കൺട്രോൾസും എല്ലാം കൊണ്ടുവരേണ്ടതാണ്. അതൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട്, ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മളൊരു കമ്മ്യൂണിറ്റി ഒരു ലൈഫിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വളരെ സ്പീഡിലാണ്. ഇപ്പോൾ AI ഡീപ് ഫേക്ക് വീഡിയോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കും നമ്മൾ വീണ്ടും ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോലും ഒരു റെസ്ട്രിക്ഷൻസ് വന്നിട്ടില്ലല്ലോ എന്നാണ്. പുള്ളി ചെയ്ത കാര്യം, അതായത് ഈഗിൾ ഗെയിമിംഗ് ചെയ്ത കാര്യം ഞാൻ 100% സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഇങ്ങനെയുള്ളവരെ നമ്മൾ കോൾ ഔട്ട് ചെയ്യണം. ഇങ്ങനെയുള്ള ആൾക്കാരെ എക്സ്പോസ് ചെയ്ത് അവർക്ക് വേണ്ടതായിട്ടുള്ള രീതിയിലുള്ള ഗൈഡൻസും കാര്യങ്ങളെല്ലാം അറ്റ്ലീസ്റ്റ് ദ പാരൻസ് ഷുഡ് നോ ദാറ്റ് ദേ ഷുഡ് നോ ദാറ്റ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ആർ ഹാപ്പനിങ് ഇൻ ദ ലൈഫ്സ്, അറ്റ്ലീസ്റ്റ് ദ ചിൽഡ്രൻസ് ലൈഫ്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ ചെയ്ത് കൂട്ടുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. 100% ട്രൂ. അവർ ഇങ്ങനെ തന്നെയാണ് അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതിനെല്ലാത്തിനും പുള്ളിക്കാണെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. പുള്ളിയുടെ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരുടെയും പുറകെ ഓടാൻ പറ്റുമോ? ആർക്കാണെങ്കിൽ അത് ഇറ്റ്സ് ഇമ്പോസിബിൾ. പിന്നെ അവർക്കെതിരെ വരുന്ന കുറച്ച് ആൾക്കാരെ ഇങ്ങനെ പിൻ പോയിന്റ് ചെയ്ത് എടുക്കാം എന്നുള്ളതല്ലാതെ പിന്നെ ഇതിന് മുകളിലും വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ എല്ലാ നാളും ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് നമുക്ക് മെൻ്റലിയും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യമൊന്നും അല്ല. ഇങ്ങനെയൊക്കെ നമ്മൾ ഇവരെ പോവുക, കണ്ടുപിടിക്കുക, ഇങ്ങനെയുള്ള ആൾക്കാരായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ലിങ്ക് ചെയ്യുന്നെന്ന് പറയുന്നത് തന്നെ മാനസികമായിട്ട് മടുപ്പുള്ള ഒരു കാര്യമാണ്. പുള്ളിയുടെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളെല്ലാം ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അത് ആരായിരുന്നാലും ആ ഒരു ലെവലിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് റീസെൻ്റ്ലി ഒരുപാട് ഇങ്ങനത്തെ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. പിന്നെ അതിൽ ഫാമിലി ഇൻവോൾവ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടേതായ രീതിയിൽ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആവും. നമുക്കത് ഇൻവോൾവ് ചെയ്യിക്കാൻ, കാരണം എല്ലാവരും നന്നാക്കാനും നമ്മളെ കൊണ്ട് പറ്റത്തൊന്നുമില്ല. അത് നടക്കാത്ത കാര്യമാണത്. എല്ലാവരും നന്നാക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അവരവരെ വീടുകളിൽ അവരവരുടെ അപ്പനമ്മമാർ ചെയ്യിച്ച് കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. അവർ ഗൈഡൻസും കാര്യങ്ങളെല്ലാം പിള്ളേർക്ക് പ്രോപ്പറായിട്ട് കൊടുക്കണം. അല്ലാതെ ഇതിപ്പോൾ നമ്മളെ ഡ്യൂട്ടി ഒന്നും അല്ല അവർ പോയി കറക്റ്റ് ചെയ്യാന്നുള്ളത്. ബട്ട് ദെൻ അഗൈൻ നമ്മളുടെ ഇങ്ങോട്ട് തേടി വള്ളി വരുമ്പോഴത്തേക്കും നമുക്കത് വിട്ടുകൊടുക്കാനും പറ്റില്ല. സോ ദാറ്റ്സ് ദെയർ. സോ ആ ഒരു കാര്യത്തിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. കാരണം അതിൽ പുള്ളി ചെയ്ത കാര്യത്തിനോട് ഞാൻ 100% യോജിച്ച് തന്നെയാണ് നിൽക്കുന്നത്. വാട്ട് ഹി ഹാസ് ഡൺ ഇസ് കംപ്ലീറ്റ്ലി കറക്റ്റ്. പക്ഷേ എനിക്കിതിലൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവർക്ക് ഞാൻ സ്പെസിഫിക് ആയിട്ട് പേരെടുത്ത് പറയുന്നില്ല. പക്ഷേ എനിക്ക് ഇവരോട് ഒരു ഡിസഗ്രിമെൻ്റ് ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈവ് സ്ട്രീമിലുള്ള ഈ തെറിവിളി ഒന്ന് ഒഴിവാക്കണം. അത് ഞാൻ പറയാനുള്ളത്. അത് പുള്ളിയുടെ അടുത്ത് ഞാൻ ഡയറക്റ്റ് അഡ്രസ്സ് ചെയ്ത് പറയുന്നില്ല. പക്ഷേ ആർക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അറിയാം. സോ അവർക്ക് എല്ലാവർക്കുമായിട്ട് ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഇറ്റ്സ് നോട്ട് ഗുഡ്. അത് നമ്മൾ 18+ ആയിട്ടുള്ള ഡിസ്ക്ലൈമറുള്ള ഗെയിം ആയിരിക്കാം കളിക്കുന്നത്. നമ്മളൊരു യൂട്യൂബ് ചാനലായിരിക്കാം. ഇത് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ഉപയോഗിക്കാനുള്ളതാണ്. നോട്ട് അണ്ടർ ഏജ് എന്ന് അതിനകത്ത് മെൻഷൻ ചെയ്ത് നമ്മൾ ആ വീഡിയോ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഓക്കെ. പക്ഷെ നമുക്കൊരു സാമാന്യമായിട്ടുള്ളൊരു ബോധ്യമുണ്ട്. എന്താണ് ഇത്? എല്ലാ കുട്ടികളും ഇപ്പം ഒന്ന് എണീറ്റ് നടക്കാൻ ആവാതുള്ള കുട്ടികളുടെ വരെ അത്രയും ചെറിയ ഏജിലുള്ള കുട്ടികളുടെ വരെ മൊബൈൽ ഫോണുണ്ട്. സോ ഇവർ കേട്ട് വളരുന്ന കാര്യങ്ങളെല്ലാം ഒരു കുട്ടിയുടെ ആദ്യത്തെ എൻ്റർടൈൻമെൻറ്റ്, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഗെയിമിംഗ് ആണ്.
സോ ഏറ്റവും ചെറിയ ഞാനും റീസെൻ്റ്ലി കൂട്ടുകാരുടെ വീട്ടിൽ ചെല്ലുമ്പോഴും അവരുടെ മക്കളാണെങ്കിലും അല്ലെങ്കിൽ ഈ നമ്മുടെ കസിൻസൊക്കെ ആണെങ്കിലും ഇവരെല്ലാം ചെല്ലുമ്പോഴും ഈ മൊബൈൽ വെച്ച് ഇങ്ങനെ ഫുൾ ടൈം, അതിപ്പോൾ ഡയറക്റ്റ് ഗെയിമല്ല കാണുന്നത്, എല്ലാവർക്കും സ്ട്രീം കാണാനാണ് ഇഷ്ടം. സോ അത് കണ്ടുകൊണ്ടാണ് ഇപ്പോഴുള്ള യങ് ജനറേഷൻ എല്ലാവരും വളരുന്നത്. സോ അവർ ഈ യൂട്യൂബിലേക്ക് വരുന്നത് ആക്ച്വലി ഈ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ കണ്ടിട്ടാണ്. ഇപ്പം അങ്ങനെയാണ്, നമ്മളുടെ കാലത്തൊന്നും അതൊന്നും അല്ലായിരുന്നു. നമ്മൾ ഈ ഗെയിംസ് കണ്ട് ഗെയിമിങ്ങിൻ്റെ വീഡിയോസും ഇതൊക്കെ കണ്ടതിന് ശേഷമാണ് നമ്മൾ സ്ട്രീമിംഗ് എന്നുള്ള ആൾക്കാരെ ഫോളോ ചെയ്ത് നമ്മൾ ഇതെല്ലാം കാണാനും തുടങ്ങിയത്. പക്ഷെ വാട്ട് ഐ എം ടെല്ലിങ് യു ഇസ്, ഇതിൽ ഈ തെറി വിളിക്കുന്നതിനോട് എനിക്ക് വളരെയധികം ഒരു ലൈക്ക് ഐ എം എഗൻസ്റ്റ് ഇറ്റ്. എനിക്ക് ഐ റിയലി ഡോണ്ട് എൻ്റർടൈൻ ദാറ്റ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് വരെ ഇന്ന് ഈ 1 മണിക്കൂറിനകത്ത് ഒരു സ്ട്രീമിലിരുന്നിട്ട് ഒരു മിനിറ്റിനകത്ത് 100 തെറി വിളിക്കും. തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാമാന്യമായിട്ട് എനിക്ക് ഇവരോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പബ്ലിക് സ്ഥലത്ത് പോയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു കല്യാണമോ ഒരു ഗെറ്റ് ടുഗെദറോ അല്ലെങ്കിൽ ഒരു ഫാമിലി മീറ്റിങ്ങോ ഇങ്ങനെ എന്തെങ്കിലും നടക്കുന്നൊരു സമയത്ത് നമ്മൾ അവിടെ ഇരുന്ന് പച്ചയ്ക്ക് ഇതുപോലത്തെ വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുമോ? ഫോർ എനി മാറ്റർ. ഇപ്പം നമുക്ക് ഒരാളുമായിട്ട് നമ്മൾ ഫാമിലിയിൽ ഒരാളുമായിട്ട് ആർഗ്യുമെൻ്റ് ഉണ്ടാവുകയാണ്, നമ്മൾ ഇതുപോലത്തെ വാക്കുകൾ നമ്മൾ അത് യൂസ് ചെയ്ത് എൻ്റർടൈൻ ചെയ്യുന്ന, ലൈക്ക് ഞാൻ ഇങ്ങനത്തെ കമൻറ്റ്സ് ചില വീഡിയോസിൽ ഇടുമ്പോഴത്തേക്കും ലൈക്ക് യു ഗൈസ് ഷുഡ് നോട്ട് ഡു ദാറ്റ് എന്ന് പറഞ്ഞിടുമ്പോഴത്തേക്ക് എനിക്ക് വരുന്ന റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അത് 18+ ഗെയിമാണ്, അത് ഗെയിമിനിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും, അപ്പോൾ അത് പറയും ഇത്. ബട്ട് ഐ എം ടെല്ലിങ് യു, നിങ്ങൾ ഏതൊരു അപ്പനമ്മമാരുടെ അടുത്ത് നിങ്ങൾ ചെന്നിട്ട് ഈ നിങ്ങളുടെ മക്കൾ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വയസ്സ്, 6 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള കുട്ടികൾ കാണുന്നുണ്ട്, ഇതിൽ ഏത് കാറ്റഗറിയിലുള്ള ഇതായിരുന്നാലും അവരുടെ ഗാർഡിയൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ നിങ്ങളുടെ മക്കൾ ഇത് കേൾക്കുന്നതിനോട് ഓക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം 100% ആൾക്കാരും ഇല്ലാന്നേ പറയത്തുള്ളൂ. കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു അപ്പനമ്മമാർ ഓക്കെ എൻ്റെ മക്കൾ ഇത് കേട്ട് വളരുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ അഗ്രി. പക്ഷെ നമുക്കും ഒരു സിവിക് സെൻസ് ഉണ്ടാവണം. ലൈക്ക് ക്രിയേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ അറ്റ്ലീസ്റ്റ് വി ഷുഡ് ഹാവ്, നമുക്ക് നമ്മളുടേതായ, നമ്മൾ കാണുന്ന ഇത്രയും അധികം കുട്ടികളുണ്ട്, അണ്ടർ ഏജ് ആയിട്ടുള്ള ആൾക്കാരാണ് അതിൽ മെജോറിറ്റി ആയിട്ടുള്ളവരും. നമുക്കറിയാം ലൈക്ക് നമ്മൾ 18+ എന്ന് നമ്മൾ ഡിസ്ക്ലൈമർ വെച്ചിരുന്നാലും യൂട്യൂബിൽ 18+ ആയിട്ട് നമ്മൾ ആ കിഡ്സിനുള്ള വീഡിയോ അല്ല എന്ന് പറയുമ്പോഴും ദാറ്റ് ഡസൻറ്റ് ഗിവ് അസ് ദ റൈറ്റ് ടു യൂസ് ദീസ് കൈൻഡ് ഓഫ് എക്സ്പ്ലിസിറ്റ് ലാംഗ്വേജസ്. അത് നമ്മൾ ഇങ്ങനെ ഇത്രയും അബ്യൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജും കാര്യങ്ങളും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് നമുക്ക് അവിടെ ഒരു ലൈക്ക് നമുക്ക് യൂട്യൂബ് ഒരു അനുവാദമേ തന്നിട്ടില്ല അങ്ങനെയുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്യാനായിട്ട്. നമ്മുടെ സമൂഹവും നമുക്ക് തരുന്നില്ല. ഇത് ഐ എം നോട്ട് ഞാൻ ക്രിട്ടിസൈസ് എന്നല്ല, ഞാൻ കംപ്ലൈനിങ് ആയിട്ട് പറയുന്നതോ നിങ്ങളെ കുറ്റക്കാരാക്കി ഞാൻ പറയുന്നതോ അല്ല. ബട്ട് വാട്ട് ഐ എം ടെല്ലിങ് യു ഇസ് അറ്റ് എ ലേറ്റർ സ്റ്റേജ് ഇത് ബാക്ക് ഫയർ ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇപ്പം ഈ പുള്ളി ആ വീഡിയോക്കകത്ത് തന്നെ പുള്ളി മെൻഷൻ ചെയ്യുന്നുണ്ട്, അത് ഇവനൊക്കെ ഇതേ വരൂ, ഇവനൊക്കെ അതേ വരൂ. അങ്ങനെ പറയുന്നത് മോശമാണ്. കാരണം നമ്മൾ തെറ്റ് ആര് ചെയ്തിരുന്നാലും നമ്മൾ തെറ്റെന്ന് തന്നെ പറയണം. അതിപ്പോൾ ആർക്ക് കിട്ടി ആർക്ക് കിട്ടിയില്ല എന്നുള്ളതല്ല. പുള്ളിയുടെ അടുത്ത് അങ്ങനെ പെരുമാറുന്നതും സ്ത്രീകൾക്കെതിരായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതല്ല, അത് കംപ്ലീറ്റ്ലി നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്, ലീഗൽ ഇഷ്യൂവോ എങ്ങനെയാണെങ്കിലും അത് നേരിടേണ്ടത് തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു രണ്ടാമതൊരു അഭിപ്രായം വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സേ ഇൻ കേസ് ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി ഒരു സ്കൂളിൽ ചെന്നോ ഒരു പൊതുസ്ഥലത്ത് ചെന്നോ ഇതുപോലത്തെ ഒരു ചീത്ത വാക്ക് ഉപയോഗിച്ചെന്ന് ഇരിക്കട്ടെ. അപ്പോൾ നോർമലി സാധാരണ ഇപ്പം കുറച്ച് എന്താണ് വോക്കായിട്ടുള്ള ഇപ്പം കുറച്ച് പാരൻസ് ആണ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരൻസ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഏത് പാരൻസ് ആണെങ്കിലും അവരിത് കേൾക്കാൻ സാഹചര്യം. സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നു, ഇന്ന കുട്ടി ഈ വാക്ക് യൂസ് ചെയ്യുന്നുണ്ട്, സ്കൂളിൽ നിന്ന് പഠിക്കാൻ ചാൻസ് ഇല്ല, അപ്പം വീട്ടിൽ നിന്നായിരിക്കും പഠിച്ചേക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഒട്ടും ചാൻസ് ഇല്ല, കാരണം അങ്ങനെ പഠിപ്പിച്ച് വിടുന്ന ടൈപ്പ് വീട്ടുകാരും അല്ല. അപ്പം അവർക്ക് ക്വസ്റ്റ്യൻ വരും, ഇത് എവിടെ നിന്നാണ്, ഇത് മീഡിയ ടേക്കപ്പ് ചെയ്യും. സോ ഇറ്റ് വോണ്ട് ടേക്ക് മച്ച് ടൈം. അതിന് അധിക താമസമൊന്നുമില്ല. അത് ഉറപ്പായിട്ടും അധികം വൈകാതെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എസ്കലേറ്റ് ആവും. ഞാൻ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞതാണിത്. ന്യൂസുകാരെ അറിയാമല്ലോ, കാരണം അവരെന്താണെന്ന് വെച്ചാൽ ഒരു പ്രശ്നം വന്നാൽ മാത്രമേ, ഇവിടെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതെല്ലാം അവർ അറ്റ് എ ടൈം ഹൈലൈറ്റ് ചെയ്യൂല. അവർ എന്തെങ്കിലും അത് റിലേറ്റഡ് ഒരു ഇഷ്യൂ വരുമ്പം എടുത്തിട്ട് അലക്കും. അതാണ് അവർ ചെയ്യുന്നത്. നമ്മളെ കേരള സമൂഹമാണെങ്കിലും അങ്ങനെ തന്നെ ചുമ്മാ കയറിയിരുന്ന് ഇങ്ങനെ ഈ പാട്ട് പാടുന്നത് പോലെ ഇങ്ങനെ തെറി അഭിഷേകം ചെയ്ത് വച്ചിട്ടുണ്ട്. ആൻഡ് ദീസ് ആർ ഓൾ എവിഡൻസസ് ദാറ്റ് യു ആർ ഗിവിങ് ദം. ഇപ്പോൾ അത് നമ്മളൊരു മീഡിയയിൽ സംസാരിക്കാൻ പോവുകയാണെന്ന് വിചാരിച്ചു, ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വന്നു, ഇപ്പോൾ ഇതൊരു കുറച്ചുകൂടെ വലിയൊരു ഇഷ്യൂ ആയി, അത് മീഡിയ ടേക്കപ്പ് ചെയ്തെന്നിരിക്കട്ടെ. മീഡിയയിൽ നമുക്ക് ചെന്ന് സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ എല്ലാത്തിനും 2 ഭാഗമുണ്ട്. എല്ലാത്തിനും ഒബ്വിയസ്ലി എല്ലാ കാര്യങ്ങൾക്കും 2 ഭാഗത്ത് നിന്ന് ആൾക്കാർ സംസാരിക്കും. ഓക്കെ, സോ ഇപ്പോൾ എന്നോട് ഒരു പയ്യൻ വന്ന് ഇതുപോലെയൊക്കെ എൻ്റെ ഫാമിലിയെ പറ്റി ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ അവൻ എന്തായാലും കുറ്റം പറയും, എന്നെയും കുറ്റം പറയാൻ ആൾക്കാർ കാണും. സോ അങ്ങനെയുള്ള വിഭാഗക്കാർ എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു വെക്കുന്ന ചില തെറ്റുകളാണ്. സോ അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കാരണം നമ്മളിപ്പോൾ ഇത് മീഡിയ ടേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മീഡിയക്കാർ എടുത്ത് നമ്മുടെ വീഡിയോസ് ചെക്ക് ചെയ്യും. നമ്മുടെ വീഡിയോസിനകത്ത് നമ്മൾ ഇമാതിരി അലമ്പ് പരിപാടിയായിരിക്കും ഇതിനകത്ത് കാണിച്ചു വെച്ചേക്കുന്നത്.
അപ്പോൾ ഇവർ തന്നെ ചോദിക്കും, നിങ്ങളുടെ നിങ്ങൾ ഒരു സിവിക് സെൻസ് ഇല്ലാതെ, നിങ്ങളൊരു പൗരബോധം ഇല്ലാതെ നിങ്ങൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ അതിനകത്ത് റീച്ചിനും വ്യൂസിനും വേണ്ടി നിങ്ങൾ കയറിയിരുന്ന് ഈ പച്ചത്തെറി പറയുന്നതിനൊന്നും പ്രശ്നമില്ലേ അപ്പം അങ്ങനൊരു ചോദ്യം വരാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് സിവിക് സെൻസിനെ പറ്റി പറയാനോ, നിങ്ങൾക്ക് ഈ പൗരബോധത്തിനെ പറ്റി പറയാനോ, നിങ്ങൾക്ക് മാന്യതയെ പറ്റി പറയാനുള്ള എന്ത് യോഗ്യത ഉണ്ട് എന്ന് അവിടെ നിന്നൊരു ചോദ്യം വരും. മനസ്സിലായോ? പിന്നെ അത് മാത്രമല്ല, ഇത് രണ്ടിനും ഞാൻ മറ്റേ കാര്യത്തിനെ ഒട്ടും ഇത് പറയുന്നില്ല. ഞാൻ പറയുന്നത് ഇത് കാരണം നമ്മളുടെ ഈ ഒരു തെറി കൾച്ചർ കാരണം നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം. സോ ഐ എം സപ്പോർട്ടിങ്, ലൈക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സൈഡിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. അനദർ തിങ് ഈസ്, ഇപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആൾക്കാർ ചോദിക്കും, ഈ പറയുന്നവനും വലിയ യോഗ്യനൊന്നും അല്ലല്ലോ എന്നൊരു ചോദ്യം വരും. അങ്ങനെ പറയാനും ആൾക്കാരുണ്ടാവും. പറയുന്നവൻ്റെ വീഡിയോസ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഏരിയയിൽ പോലും ഇരിക്കാൻ പറ്റില്ല. കുടുംബത്തോടെ കാണാൻ പറ്റിയ വീഡിയോസാണ് അവൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ വീട്ടിലെ കൊച്ചുമക്കൾക്ക് കാണാൻ പറ്റിയ വീഡിയോസാണ് ഇവനൊക്കെ ചെയ്തു വെക്കുന്നത് എന്നൊരു ചോദ്യം വരും. അപ്പോൾ അതിൽ നമുക്ക് ഉത്തരവില്ലാതായി പോവും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നമ്മളുടെ സൈഡ് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ചെയ്യണം. കാരണം നമുക്ക് ആസ് ആൻ ഇൻഡിവിജ്വൽ, ആസ് ഒരു പൗരൻ, ആസ് എ സിറ്റിസൺ, ആസ് എ ഹ്യൂമൻ ബീയിങ്, നമുക്ക് നമ്മളുടെ യങ്ങർ ജനറേഷനോട് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അവർ എസ്പെഷ്യലി ഇഫ് യു ആർ സമ്മൺ ഹു ഇസ് ബീങ് ഫോളോഡ് ബൈ മില്യൺസ് ഓഫ് പീപ്പിൾ, യു സർട്ടൻലി ഹാവ് ഒബ്ലിഗേഷൻസ്. നിങ്ങൾക്ക് ഒരു ലീഗലി അല്ലെങ്കിൽ ഒരു മോറൽ ഒബ്ലിഗേഷൻ ഉണ്ട്, നിങ്ങൾക്കൊരു മോറൽ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ദാറ്റ് യു ഷുഡ് നോട്ട് ഡു ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. ഒരു തെറി പറഞ്ഞ് നമ്മൾ ഒരാളെ ഈ ഒരു കൾച്ചർ പഠിപ്പിക്കുക, ഇത് നോർമലൈസ് ചെയ്യുക, ഇത് ഓക്കെയാണ്, നിങ്ങൾ ഈ പച്ചത്തെറി വിളിച്ചിരുന്നാൽ ഇങ്ങനെ കണ്ണും പൊട്ടുന്ന ചീത്ത നമ്മൾ പറയാം. നമ്മൾ ട്രിഗർ ആയി കഴിഞ്ഞാൽ നമ്മൾ പുറത്തൊരു രാജ്യത്ത് പോയി, നമ്മൾ കൊച്ചുമക്കൾ ഇത് കണ്ടിട്ട് പുറത്തൊരു രാജ്യത്ത് പോയി, ആദ്യം അവൻ ട്രിഗർ ആകുമ്പോഴത്തേക്ക് അവൻ ആദ്യം യൂസ് ചെയ്യാൻ പോകുന്ന ഇതായിരിക്കും. കാരണം അവൻ കണ്ടു വളർന്നതും അവൻ നോർമലൈസ്ഡ് ആയിട്ട് ഈ സൊസൈറ്റിയിൽ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതും ഈ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിക്കകത്ത് ഏറ്റവും കൂടുതൽ ഗ്ലോറിഫൈ ചെയ്യുന്നതും ഈ ഒരു പരിപാടിയാണ്. ആൻഡ് അത് എൻഡ് ചെയ്യേണ്ട സമയം, ഇറ്റ്സ് ഹൈ ടൈം ദാറ്റ് സംബഡി ഷുഡ് പുട്ട് ആൻ എൻഡ് ടു ഇറ്റ്. നമ്മൾ പല കാര്യങ്ങളും ഫിൽട്ടർ ചെയ്യണം. ഇതിനകത്ത് ഫിൽട്ടർ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള ഞരമ്പുകളും ഉണ്ട്. അത് മാത്രമല്ല, ഇതുപോലുള്ള തെറിവിളിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരും അത് മാസൊന്നുമല്ല, അത് കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഈ വീഡിയോയ്ക്ക് താഴെ ഇനി വന്നിട്ട് ചേട്ടാ അത് ഇങ്ങനെയാണ്, ഇത് ഗെയിമിൻ്റെ മറ്റേതാണ് മറിച്ചേതാണെന്ന് അതൊന്നും പറയണ്ട. നമുക്ക് കാര്യങ്ങൾ അറിയാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പറയാൻ വരുന്നവർ അവരവരുടെ വീട്ടിൽ അപ്പനും അമ്മയുടെ അടുത്തും ചെന്നിട്ട് ഞാൻ ഇങ്ങനെയുള്ള ഭാഷകൾ എൻ്റെ കുട്ടിയെ പഠിപ്പിക്കുന്നതിലോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കും. ഇപ്പം നിങ്ങൾ 17 വയസ്സിന് താഴെ, ഒരു 14 വയസ്സിനൊക്കെ താഴെയാണെന്നുണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത്. അപ്പനമ്മമാരോട് പോയി ചോദിക്കുക, അമ്മ ഞാൻ ഈ ഇന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ വോളി ഒന്ന് കൂട്ടി വെച്ചിട്ട് അവിടെ ഇരുന്ന് നിങ്ങൾ ഈ കാര്യങ്ങൾ, ഈ പറയുന്ന തെറിവിളിയും കാര്യങ്ങളെല്ലാം കേൾക്കണം. എന്നിട്ട് അവരത് അംഗീകരിച്ച് തരുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, ആസ് എ ഫ്രണ്ട് ഐ എം സ്പീക്കിംഗ് ടു യു ഓൾ, ലൈക്ക് ഓൾ ദോസ് ക്രിയേറ്റേഴ്സ്. ഈ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിക്കകത്ത് ഇങ്ങനെയുള്ള വൾഗർ വേർഡ്സും ഉണ്ട്, അറിയാമല്ലോ. ഇങ്ങനെയുള്ള വൾഗാരിറ്റി മാത്രമല്ല, ഇപ്പം ഇന്ന് ഞാൻ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ പുള്ളിയുടെ വീഡിയോ ഞാൻ കണ്ടു. പുള്ളി ഈ വൾഗാരിറ്റിയെ പറ്റി ഒരുപാട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, വളരെ ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. സോ അതിനകത്ത് പുള്ളിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു കാര്യവും കൂടെ ഹൈലൈറ്റ് ചെയ്യണം. ഈ ഒരു കാര്യവും കൂടെ, ഇങ്ങനെ വെർബലി അബ്യൂസ് ചെയ്യുന്ന ആ ഒരു കൾച്ചർ കൂടെ നമ്മൾ വേണ്ടാന്ന് വെക്കണം. കാരണം നാളെ അതൊരു ചീത്തപ്പേരാണ്. നാളെ എന്നല്ല, ഇപ്പോൾ ആവശ്യത്തിലധികം ക്രിയേറ്റേഴ്സിന് കണ്ടമാനം ചീത്തപ്പേരുണ്ട്. അതിൽ നാളെ ഒരു കുട്ടിയായിട്ട് റിലേറ്റ് ചെയ്ത് 100% മാർക്ക് മൈ വേർഡ്സ്, നിങ്ങൾ ഡേറ്റ് വേണമെങ്കിൽ ഇത് വെച്ചോ, അധികം വൈകാതെ തന്നെ ഒരു കുട്ടിയായിട്ട് റിലേറ്റ് ചെയ്തൊരു ഇഷ്യൂ വരും. ഈ മാധ്യമങ്ങളെല്ലാം ഈ പറഞ്ഞ ഗെയിമേഴ്സിൻ്റെയും ഇതെല്ലാം അഭിഷേകം ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഇടം വലം തിരിയാതെ എടുത്തിട്ട് അലക്കും. കുടുംബത്തിനകത്തും നമുക്ക് ആൾക്കാരുടെ അടുത്ത് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത അവസ്ഥയായി പോകും. നമുക്ക് ഒന്നും പറയാനും പറ്റൂല. ഞാൻ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്നിടാം, നീ മാന്യമായിട്ട് ജീവിക്കണം, നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് നിനക്കെന്ത് യോഗ്യത ഉണ്ട് അത് പറയാനെന്നുള്ളൊരു ചോദ്യം നമ്മൾ തിരിച്ച് വരുത്തി വെക്കരുത്. ആ ഒരു കാര്യമാണ് എനിക്കിതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. സോ 16 മിനിറ്റ്സ് ഓൾറെഡി ആയി. ഞാനപ്പം പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിള്ളേരെ ഒതുക്കേണ്ടത് പാരൻസും എല്ലാവരും കൂടെ ചേർന്നാണ്. പിള്ളേരെ അവർക്ക് റൈറ്റ് വേ, എവ്രിബഡി ഹാസ് എ റെസ്പോൺസിബിലിറ്റി. ആസ് എ സിറ്റിസൺ എനിക്കുണ്ട് റെസ്പോൺസിബിലിറ്റി. എല്ലാവർക്കും ഒരേപോലെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മുടെ യങ്ങർ ജനറേഷൻ അവർക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ടതും നല്ലതെന്താണ് തെറ്റെന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടതും ക്രിയേറ്റേഴ്സും ഇങ്ങനെയുള്ള ആൾക്കാർക്കും എല്ലാം ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്.
അതിൽ നിന്ന് നമുക്ക് ആർക്കും മാറിപ്പോകാൻ പറ്റില്ല. നമുക്ക് മുടന്ത് ന്യായങ്ങൾ പറഞ്ഞ് അതിൽ നിന്നൊന്നും നമുക്ക് മുങ്ങിപ്പോകാൻ പറ്റത്തില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഇങ്ങനെയുള്ള ഞരമ്പന്മാരുടെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആവാം. അതെല്ലാം പാരൻസും അവരെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യണം. നമുക്ക് നേരെ വരുന്ന കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ ഇപ്പോൾ ഈഗിൾ ഗെയിമിൽ ഐ സപ്പോർട്ട് യു 100%. നിങ്ങളിപ്പോൾ ചെയ്തു തന്നെയാണ് കറക്റ്റ് കാര്യം. നമ്മൾ അതുപോലെ തന്നെ മുമ്പോട്ട് നീങ്ങുക. പിന്നെ ഞാൻ ഈ പറഞ്ഞൊരു കാര്യം, നാളൊരിക്കൽ നിങ്ങൾക്ക് ഇതൊരു പ്രശ്നമായിട്ട് വരാതിരിക്കട്ടെ. ആൻഡ് അത് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റൂ. ബട്ട് ഐ എം 100% ഷുവർ ഇത് ബാക്ക് ഫയർ ചെയ്യും. ആൻഡ് അതിന് എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ആർ മില്യൺസ് ഓഫ് വീഡിയോസ് അറൗണ്ട്. നമ്മൾ കണ്ണ് പൊട്ടുന്ന തെറി വിളിക്കുന്ന 1 മിനിറ്റിനകത്ത് ഇങ്ങനെ ട്രെയിൻ പോകുന്ന പോലെ വിളിക്കുന്ന ഇഷ്ടംപോലെ വീഡിയോസ് ഒരുപാട് ക്രിയേറ്റേഴ്സ് ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് കണ്ടാണ് എൻ്റെ മകൻ പഠിച്ചത്, എന്നിട്ടാണ് അവൻ ഇങ്ങനെ ആയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റൂല. സോ അങ്ങനെ ഒരു കാര്യവും കൂടെ ഇതിലുണ്ടെന്ന് നമ്മൾ ഐ എം ജസ്റ്റ് റിമൈൻഡിങ് യു. ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം. പക്ഷേ ഞാൻ ഈ പറഞ്ഞൊരു കാര്യവും കൂടെ ഈ പറഞ്ഞ ക്രിയേറ്റേഴ്സ് എല്ലാം ഒന്ന് മനസ്സിൽ വെച്ചോ. ഓൾറൈറ്റ് ഗൈസ്, ഐ വിൽ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ബൈ.